ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ കേന്ദ്ര മന്ത്രിസഭയാണ്. അപ്പോൾ കോഡുകളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ആളുകളും കൃത്യമായി തന്നെ പഠിച്ചു പോവാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ? അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ജവഹർലാൽ നെഹ്റു ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പ്രധാനമന്ത്രി. അപ്പൊ അദ്ദേഹം ഏത് വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു? വിദേശകാര്യം. വിദേശകാര്യം വകുപ്പ് കൂടി പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോ നെഹ്റു എന്ത് പറഞ്ഞു? ഇന്ത്യയിലെയും അതുപോലെ വിദേശത്തുള്ള ഇന്ത്യക്കാരുണ്ട് അല്ലെ, വിദേശത്തുള്ള ഇന്ത്യക്കാരുടെയും കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു എന്ന് ഓർത്തിരിക്കാം. അപ്പോ നെഹ്റു എന്താണ്? പ്രധാനമന്ത്രിയായിരുന്നു, അതുപോലെ തന്നെ വിദേശകാര്യം വകുപ്പ് കൂടി കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ആദ്യ ഉപപ്രധാനമന്ത്രി ചോദിച്ചാൽ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ ഉപപ്രധാനമന്ത്രി അല്ലെ. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രി. അദ്ദേഹം ഏത് വകുപ്പ് കൂടി കൈകാര്യം ചെയ്തു? ആഭ്യന്തര വകുപ്പ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് എങ്ങനെ ഓർക്കാം? അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, പ്രധാനമന്ത്രി വിദേശത്തുള്ള ജനങ്ങളുടെ, ഇന്ത്യക്കാരുടെ കാര്യം കൂടി നോക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഇടയ്ക്കൊക്കെ വിദേശത്തോട്ട് പോകുമെന്ന് ഓർക്കാം. അപ്പൊ വല്ലപ്പോഴും ആർക്കൊരു ചാൻസ് കിട്ടും? വല്ലപ്പോഴും പ്രധാനമന്ത്രി പോയി കഴിഞ്ഞാല് ഇന്ത്യയിൽ ഒരു മേൽനോട്ടം വഹിക്കാൻ ഒരാൾ വേണം അല്ലെ. അപ്പൊ ഒരു ഉപപ്രധാനമന്ത്രിയെ നിയമിച്ചു. അപ്പൊ വല്ലപ്പോഴും ആർക്ക് ചാൻസ് കിട്ടും? ഒരു ഉപപ്രധാനമന്ത്രിക്ക് ഇന്ത്യ ഭരിക്കാൻ ചാൻസ് കിട്ടും. കോഡാണ് ആ രീതിയിൽ എടുക്കുക. അപ്പൊ വല്ലപ്പോഴും എന്നതിൽ നിന്ന് വല്ലഭായ് കണക്ട് ചെയ്യാലോ. ഇനി അദ്ദേഹം അപ്പൊ എന്ത് പറഞ്ഞു? ഞാൻ എന്റെ വീട് പോലെ ഇന്ത്യയെ കണ്ട് ഭരിച്ചോളാം അല്ലെ, ഹോം. അപ്പൊ ഹോം അഫയേഴ്സ്, ആഭ്യന്തര വകുപ്പ് കൂടി അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് ഓർത്തിരിക്കാം. ഇനി പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ്? പ്രതിരോധം ബൽദേവ് സിംഗ് ആണ്. ബൽദേവ് സിംഗ് ആണ് പ്രതിരോധ വകുപ്പ് കൈകാര്യം ചെയ്തത്. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ പ്രതിരോധിക്കാൻ, ഡിഫെൻഡ് ചെയ്യാൻ എന്ത് വേണം? നല്ല ബലം വേണം. അപ്പൊ ബലം എന്നതിൽ നിന്ന് ബൽദേവ് സിംഗ് കണക്ട് ചെയ്യാലോ. അപ്പൊ പ്രതിരോധിക്കാൻ നല്ല ബലം വേണം. അപ്പൊ പ്രതിരോധം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ബൽദേവ് സിംഗ് ആണ്. ഇനി ആരോഗ്യം വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ്? ഇന്ത്യയിലെ ആദ്യ ആരോഗ്യ വകുപ്പ് മന്ത്രി ചോദിച്ചാൽ ആരാണ്? രാജകുമാരി അമൃത് കൗർ ആണ്. രാജകുമാരി അമൃത് കൗർ ആണ് ആദ്യത്തെ ആരോഗ്യമന്ത്രി. അപ്പോ എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ് അല്ലെ. ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നൽകേണ്ടതാണ്. നമ്മൾ ഗൗരവമായി കാണണം. ഗൗരവമായി കാണണം. ഗൗരവം എന്നതിൽ നിന്ന് കൗർ കണക്ട് ചെയ്യാലോ. അപ്പൊ അതിനു വേണ്ടിയിട്ട് എല്ലാവർക്കും അമൃത് കൊടുത്തു എന്നോർക്കാം. അപ്പൊ അമൃത് കൗർ ആണ് ഇന്ത്യയിലെ ആദ്യ ആരോഗ്യമന്ത്രി. ഇനി വിദ്യാഭ്യാസം, ആരാണ് വിദ്യാഭ്യാസ മന്ത്രി? മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി. അപ്പോ ആദ്യമായി എല്ലാവർക്കും വിദ്യാഭ്യാസം കൊടുത്തപ്പോ തലയ്ക്കാണ് പ്രാധാന്യം നൽകിയത് എന്നോർക്കാം. കലയ്ക്ക് പ്രാധാന്യം നൽകി. തല എന്നതിൽ നിന്ന് മൗലാന അബ്ദുൽ കലാം ആസാദ് കണക്ട് ചെയ്ത് വെക്കാലോ. ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചാൽ അത് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ്. ഇനി റെയിൽവേ, ഗതാഗതം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ആരായിരുന്നു? മലയാളി ആയിട്ടുള്ള ജോൺ മത്തായി ആണ്. ജോൺ മത്തായി ആണ് റെയിൽവേ, ഗതാഗതം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. എങ്ങനെ ഓർത്തിരിക്കാം? അപ്പോ ട്രാൻസ്പോർട്ട്, ഗതാഗത മേഖലയിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി എന്നോർക്കാം. വലിയ മാറ്റം എന്നതിൽ നിന്ന് മത്തായി കണക്ട് ചെയ്ത് വെച്ചൂടെ. ജോൺ മത്തായി റെയിൽവേ, ഗതാഗതം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഇനി കൃഷി, ഭക്ഷ്യ വകുപ്പ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് കൃഷി, ഭക്ഷ്യ വകുപ്പ് എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ഇനി എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ കൃഷി നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ എന്ത് വേണം? നല്ല കാലാവസ്ഥയായിരിക്കണം അല്ലെ. മഴയൊക്കെ, വെള്ളമൊക്കെ അത്യാവശ്യത്തിന് കിട്ടണം. അപ്പൊ നമുക്ക് ഇന്ദ്രദേവനെ പ്രാർത്ഥിച്ചു എന്നോർക്കാം. ഇന്ദ്രൻ മഴയുടെയും കാറ്റിന്റെയും ഒക്കെ ദേവനാണ് അല്ലെ. അപ്പൊ ഇന്ദ്രദേവനെ പ്രാർത്ഥിച്ച് നമ്മൾ പ്രസാദിപ്പിച്ചു എന്നോർക്കുക കേട്ടോ. ഇന്ദ്രദേവനെ പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ചു. അപ്പോ ഇന്ദ്രൻ പ്രസാദിപ്പിച്ചു അല്ലെ. അതിൽ നിന്ന് രാജേന്ദ്ര പ്രസാദ് എന്ന് കണക്ട് ചെയ്യാലോ. അപ്പൊ കൃഷി, ഭക്ഷ്യ വകുപ്പ് എന്നീ മേഖലകൾ, എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഇനി നിയമം കൈകാര്യം ചെയ്തത് ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ. ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ് നിയമം, ലോ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം, നമ്മുടെ ഭരണഘടനയുടെ ശില്പിയാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ. അപ്പൊ അദ്ദേഹത്തിന് എല്ലാ നിയമവും അറിയുന്നുണ്ടായിരിക്കും അല്ലെ. അപ്പൊ ആരെ തന്നെ ഏൽപ്പിച്ചു? ഡോക്ടർ ബി ആർ അംബേദ്കറിനെ ഏൽപ്പിച്ചു. നിയമം നോക്കാൻ വേണ്ടിയിട്ട് ആരെ ഏൽപ്പിച്ചു? അംബേദ്കറിനെ ഏൽപ്പിച്ചു. ഇനി തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തത് ജഗ്ജീവൻ റാം ആണ് തൊഴിൽ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ എല്ലാവർക്കും തൊഴിൽ കൊടുത്തു. എന്ത് തൊഴിലാ? ജഗ് നിർമ്മാണം എന്നോർക്കാം. ജഗ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള
തൊഴില് എല്ലാവർക്കും എന്ത് തൊഴിലാണ് കൊടുത്തത്? ജഗ് നിർമ്മാണം. അതിൽ നിന്ന് ജഗ് ജീവൻ റാം കണക്ട് ചെയ്യാലോ. ഇനി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ഷൺമുഖം ചെട്ടിയാണ്. ഷൺമുഖം ചെട്ടി ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തു. എങ്ങനെ ഓർത്തിരിക്കാം? നമ്മൾ ധനം എവിടെ ഇട്ട് വെക്കുക? പെട്ടിയിലാണ്. ധനം പെട്ടിയിലാണ്. പെട്ടി എന്നതിൽ നിന്ന് ചെട്ടി കണക്ട് ചെയ്ത് വെക്കാലോ. അപ്പൊ ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് ഷൺമുഖം ചെട്ടിയാണ്. ഇനി പൊതുമരാമത്ത്, ഊർജം, ഖനി ഏതൊക്കെ വകുപ്പുകളാണ്? പൊതുമരാമത്ത്, ഊർജം, ഖനി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് ആരാണ്? NV ഘാഡ്ഗിലാണ്. ആരാണ്? NV ഘാഡ്ഗിലാണ് പൊതുമരാമത്ത്, ഊർജം, ഖനി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. NV ഘാഡ്ഗിൽ പൊതുമരാമത്ത്, ഊർജം, ഖനി എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തു. അപ്പൊ നമുക്ക് എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ പൊതുവെ ഊർജം അതുപോലെ തന്നെ ഖനി എന്നീ മേഖലകളൊക്കെ എന്താണ്? സംരക്ഷണം നൽകേണ്ട മേഖലയാണ് അല്ലെ. സേഫ് ഗാർഡ് അല്ലെ. സേഫ് ഗാർഡ് സംരക്ഷണം നൽകേണ്ട മേഖലയാണ്. അപ്പൊ സേഫ് ഗാർഡ് എന്നതിൽ നിന്ന് NV ഘാഡ്ഗിൽ കണക്ട് ചെയ്യാലോ. അപ്പൊ പൊതുവെ ഊർജം, ഖനി എന്നിവയൊക്കെ സംരക്ഷണം നൽകേണ്ട മേഖലയാണ്. സേഫ് ഗാർഡ് അല്ലെ. സേഫ് ഗാർഡ് എന്ന് പറഞ്ഞാൽ സംരക്ഷണം എന്നാണ്. അപ്പൊ അതിൽ നിന്ന് സേഫ് ഗാർഡ് എന്നതിൽ നിന്ന് NV ഘാഡ്ഗിൽ കണക്ട് ചെയ്തൂടെ. ഇനി വാണിജ്യ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ്? കൊമേഴ്സ് വകുപ്പ് കൈകാര്യം ചെയ്തത് CH ഭാഭയാണ്. CH ഭാഭ വാണിജ്യം അല്ലെ. കൊമേഴ്സ് വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് CH ഭാഭയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്ത് പോവാം? അപ്പൊ നമുക്ക് കണാരന്റെ കോമഡി വെച്ചിട്ടൊന്ന് കണക്ട് ചെയ്ത് പോവാം. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? വലിയ പൈപ്പില് JCB വെച്ചിട്ട് പുട്ടുപൊടി ഇടുന്നു അല്ലെ. അപ്പൊ അന്നത്തെ പ്രധാന കച്ചവടം CH പുട്ടുപൊടിയാണ് എന്നോർത്തോളൂ. CH പുട്ടുപൊടിയായിരുന്നു അന്നത്തെ പ്രധാന കച്ചവടം. അപ്പൊ CH എന്നതിൽ നിന്ന് CH ഭാഭ കണക്ട് ചെയ്യാലോ. ഇനി വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ്? ശ്യാമപ്രസാദ് മുഖർജിയാണ്. ശ്യാമപ്രസാദ് മുഖർജിയാണ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത്. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം? അപ്പൊ വ്യവസായശാലകളിലുള്ള ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കണം അല്ലെ. വ്യവസായശാലകളിലുള്ള ജനങ്ങളുടെ ക്ഷേമം അന്വേഷിക്കണം എന്നതിൽ നിന്ന് ശ്യാമ കണക്ട് ചെയ്യാലോ. ശ്യാമപ്രസാദ് മുഖർജിയാണ് വ്യവസായ വകുപ്പ് കൈകാര്യം ചെയ്തത്. ഇനി വാർത്താവിനിമയ വകുപ്പ് കൈകാര്യം ചെയ്തത് ആരാണ്? വാർത്താവിനിമയം കമ്മ്യൂണിക്കേഷൻ വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുള്ളത് റാഫി അഹമ്മദ് കിദ്വായ് ആണ്. റാഫി അഹമ്മദ് കിദ്വായ്. അപ്പൊ ഇവിടെ കിഡ് എന്ന് പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട് അല്ലെ. കിഡ് കുട്ടികള്. അപ്പൊ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വാർത്താവിനിമയം അല്ലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് പാടാണ് എന്നോർത്താൽ മതി. റാഫി അഹമ്മദ് കിദ്വായ് ആണ് വാർത്താവിനിമയം വകുപ്പ് കൈകാര്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്